അവൻ്റെയും നാമത്തിൽ കർത്താവ് നിങ്ങളോടുകൂടെ. കർത്താവ് അത്ഭുതങ്ങൾ കാണിക്കുന്ന കർത്താവാണ്. അത്ഭുതം കാണാൻ പഠിപ്പിക്കുന്ന കർത്താവാണ്. ഇതെനിക്കൊരു അത്ഭുതമാണ്. ഞങ്ങൾ സ്വപ്നം കണ്ടപ്പോൾ ഇങ്ങനെയല്ല പ്രതീക്ഷിച്ചത്. ചെറിയൊരു ഗ്രൂപ്പ്, പക്ഷെ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നു. ആവശ്യമുള്ളപ്പോൾ ദൈവം അത്ഭുതങ്ങൾ ചെയ്യുന്നു. നമ്മളെ തിരിച്ചറിയുക എന്നുള്ളതാണ്. ഇത് ഞങ്ങളുടെ കൈകളിലോ നിങ്ങളുടെ കൈകളിലോ അല്ല. ദൈവത്തിന് നിങ്ങളെ കൊണ്ട്, എന്നെ കൊണ്ട് ആവശ്യമുണ്ട്. ദൈവത്തിന് നമ്മ ഓരോരുത്തരെയും കൊണ്ട് ആവശ്യമുണ്ട്. നമ്മെക്കുറിച്ച് പദ്ധതിയുണ്ട്. അത് നമ്മുടെ ക്ഷേമത്തിലുള്ള പദ്ധതിയാണ്, നാശത്തിനുള്ളതല്ല. അത് അനാദിയിൽ എഴുതിയ പദ്ധതിയാണ്. തിരിച്ചറിയേണ്ടത് ആ പദ്ധതിയോട് ചേർന്ന് നിൽക്കാനുള്ള വലിയ കൃപ ആഗ്രഹിക്കുക. ദൈവം വിളിക്കുന്നു, നമ്മൾ അതിൽ പറഞ്ഞു തുടങ്ങുക. എല്ലാ വ്യക്തികളെയും വിളിക്കുമ്പോൾ ഈ ഒരു വിളി കേൾക്കലും യാത്രയുമുണ്ട്. നമ്മൾ യാത്രയ്ക്കായിട്ട് ഒരുങ്ങി ഇവിടെ വന്നു. തിരിച്ച് വീടുകളിലേക്ക് പോകുമ്പോഴും ഇതൊരു യാത്രയാണ്, മധ്യസ്ഥം വഹിക്കാനുള്ള യാത്ര. മോശ കൈകൾ വിരിച്ച് പ്രാർത്ഥിച്ചതുപോലെ ആ മോശയുടെ കൈകൾ താഴാതെ കാത്തത്, താഴെയിരുന്നപ്പോഴെല്ലാം ദൈവം അത്ഭുതം ചെയ്തതുപോലെ, യുദ്ധം വിജയിച്ചതുപോലെ നമുക്കും പ്രാർത്ഥിക്കണം. കരങ്ങൾ വിരിച്ച് പ്രാർത്ഥിക്കണം. നമ്മൾ പ്രാർത്ഥിക്കേണ്ടത് ഇതിനാണ്. നമ്മൾ കരങ്ങൾ വിരിച്ച് പ്രാർത്ഥിക്കുമ്പോൾ സഭയുടെ കരങ്ങൾ ഒരിക്കലും താഴരുത്. സഭ ഈ ലോകത്തിന് മാർഗദീപമായിട്ട്, പോപ്പ് ഈ ലോകത്തിന് ഇതിന് ശബ്ദമായിട്ട് നിൽക്കാൻ നമ്മൾ ശക്തമായിട്ട് പ്രാർത്ഥിക്കുക. ഒരു നിമിഷം നമ്മൾ ബലി തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ പാപങ്ങൾ അൽത്താരയിൽ ഒന്ന് സമർപ്പിക്കുക. ആഗ്രഹിക്കുക, തിരുരക്തത്താൽ എന്നെ കഴുകണമേ. ഓർമ്മ വെച്ച നിമിഷം മുതൽ ഈ നിമിഷം വരെ ഞാൻ അറിഞ്ഞോ അറിയാതെയോ ചെയ്തു പോയ പാപങ്ങളുടെ എല്ലാ വീഴ്ചകളെയും ഒക്കെ ഇയാൾത്താൽ സമർപ്പിച്ച് ആഗ്രഹിക്കാം. രക്ഷ അനുഭവിക്കണം. ക്രിസ്തുവിന്റെ കുരിശിലെ രക്ഷ ഇന്നെന്റെ സ്വന്തമാകണം എന്ന പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ, പ്രത്യാശയോടെ, അതിലുപരി അനുതാപത്തോടെ, സ്നേഹത്തോടെ ഈ കുരിശിന്റെ കീഴെ ഈ അൾത്താരയില് പാപങ്ങൾ ഇറക്കി വയ്ക്കുന്നു. നമുക്ക് ആഗ്രഹിക്കാം, തിരുരക്തത്താൽ ക്രിസ്തു ഈ നിമിഷം നമ്മെ വിശുദ്ധീകരിക്കട്ടെ. നമ്മുടെ കുടുംബത്തെ വിശുദ്ധീകരിക്കട്ടെ. നമ്മൾ പോയ ഇടങ്ങളെ വിശുദ്ധീകരിക്കട്ടെ. നമ്മുടെ ബന്ധങ്ങളെ വിശുദ്ധീകരിക്കട്ടെ. നാം ആകുന്ന ഇടങ്ങളെ വിശുദ്ധീകരിക്കട്ടെ. നമ്മൾ ആഗ്രഹിക്കുക, സമർപ്പിക്കുക, പ്രാർത്ഥിക്കുക.